അപ്പൊ നമ്മൾ രണ്ടും ഇവിടെ പോകുന്നു. ലുലുവിലൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോ ഞാനും ജെയ്ഡും കൂടെ ഇന്നൊരു യെസ് ഞങ്ങളൊരു നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ്. ഫസ്റ്റ് ഫുഡ് ഇവിടെ ഒരാൾക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പോ എന്നാ പോയേക്കാന്ന് വിചാരിച്ചു. നമുക്ക് ബാ കം ഓൺ ലെറ്റ്സ് ഗോ ടു അൽവാദ മോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ചാനൽ? ലിറ്റി ജസ്റ്റിൻ. ഇന്നത്തേത് ശരിക്കും പറഞ്ഞ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ വീട്ടിൽ കുത്തിരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് ഞാനും കൊച്ചും കൂടെ പുറത്തിറങ്ങിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേയാണ്. കൊച്ചു സ്കൂളിൽ നിന്ന് ഒരു 11 o'clock കഴിയുമ്പം വരുവേ. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനെയും കൊണ്ട് പല പല ഷോപ്സും കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ കയറിയാലോ എന്ന്. ബ്ലൂംസ്ബെറി കാണിച്ചു, നമ്മുടെ ഫേമസ് ദേവ് കാണിച്ചു, ഫ്രൈഡേസ് കാണിച്ചു. അവൻ അതിനോടൊന്നും ഒരു താല്പര്യമില്ലതേ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലെ പ്ലാൻ പോലെ തന്നെ അവൻ്റെ മനസ്സിലുണ്ടൊരു പ്ലാൻ, എവിടെ കഴിക്കാൻ പോകണമെന്ന്. അവന് ജോളിബിയിൽ അവൻ്റെ പോക്ക് കണ്ടോ നിങ്ങൾ? അവൻ്റെ പിന്നിൽ കറക്റ്റ് ലക്ഷ്യമുണ്ട് എങ്ങോട്ട് പോകണമെന്ന്. ദിസ് മങ്കിപ്പൻ അവൻ എന്നെ സമ്മതിച്ചില്ല ജോളിബിയിലേക്ക്, ബ്ലൂസ്ബെറിയിൽ കയറാനായിട്ട്. എനിവേ അവനിഷ്ടം എവിടെ നിന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് കൊച്ചിൻ്റെ ഫേവറേറ്റ് ഫുഡായ ജോളിബി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചേ. അവൻ്റെ വലിയ ഫേവറേറ്റ് ഒന്നും അല്ല, പക്ഷെ ചിലപ്പോൾ അവൻ പറയും ജോളിബി കഴിച്ചാൽ മതി. ഈ കാണുന്ന സെറ്റിൻ്റെ പേരാണ് ജോളിബി. ഇതൊരു ഫിലിപ്പിനോ ഫ്രൈഡ് ചിക്കനാണ്. നമ്മുടെ KFC ഒക്കെ പോലെ തന്നെ, പക്ഷേ ബേസ്ഡ് ഓൺ ഫിലിപ്പീനാണ്. അവരുടെ ദേശീയ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ ഫിലിപ്പിനോസിൻ്റെ ഗ്യാതറിങ്ങും അവരുടെ പ്രോഗ്രാമൊക്കെ വരുമ്പം അവർ മെയിനായിട്ട് ഇത് വാങ്ങിക്കുന്ന കണ്ടേക്കുന്നത് KFCയെക്കാളിലും കൂടുതൽ. അങ്ങനെ പിന്നെ കൊച്ചിന് ഫുഡ് വന്നു. അപ്പം തന്നെ കൊച്ചിന് ഞാൻ പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞേ. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവൻ സ്കൂളിൽ നിന്ന് വന്നതായതുകൊണ്ടേ അവന് വിശക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ വിശപ്പ് പോയപ്പോൾ അവൻ എന്നോട് പറയാം, വിശപ്പ് പോയിട്ടൊന്നുമില്ല അമ്മ, നിനക്ക് വിശക്കുമല്ലേ, നമുക്കിനി നിനക്ക് ഫുഡ് വാങ്ങിക്കാൻ പോകുന്നു. അതങ്ങനെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ സാരമില്ല കൊച്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ കേട്ടൊന്നുമില്ല. ബാക്കി അവൻ പാഴ്സൽ ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ എനിക്ക് വിശക്കുന്നതിന് എന്താണ് സൊല്യൂഷൻ എന്ന് തപ്പി നടന്നു. ആദ്യം ഫേമസ് ദേവി കയറിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലെ ക്രേവിങ്സ് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ബ്ലൂംസ്ബെറി കയറി കേട്ടോ. ഞാനൊരു ഫിഷ് ആൻഡ് ചിപ്സ് തന്നെയാണ് പറഞ്ഞത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇതൊക്കെ ജസ്റ്റിയുടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ പല വീഡിയോയിലും, ജസ്റ്റിക്ക് ഇതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും കഴിക്കാറില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ സാധനം വന്നു കേട്ടോ. ഇതാണ് ദൈവമേ ഫിഷ് ആൻഡ് ചിപ്സ്. ഞാൻ ഓർഡർ ചെയ്തത് ചിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ 3 പൊട്ടറ്റോ വിങ്സ് ഉണ്ട്, പിന്നെ ഇത് ഈ ഒരു സാധനം. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്നാന്ന് ഇപ്പോൾ കൊച്ചു കറക്റ്റ് പറയും. അതാ ഞാനും വിചാരിച്ചു. ഇത് ഇങ്ങനൊന്നും അല്ലടാ. പറമ്പറി കറക്റ്റ് അല്ലേ? ആ കൊച്ചിന് വരെ തോന്നി ഇത് ഫിഷ് ആൻഡ് ചിപ്സ് ഒന്നും അല്ല അമ്മ, ഇത് പഴംപൊരി പോലെ ഇരിക്കുന്നതെന്ന്. എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ഇത് പഴംപൊരിയാണോ ദൈവമേ എന്ന് ഓർത്ത് പോയി കേട്ടോ. ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, ചിലപ്പോൾ അവരുടെ ഹോം മെയ്ഡ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് എഴുതിയേക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ടത് അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എനിവേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊരു വിധത്തിൽ കഴിച്ചു തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം ഇങ്ങനത്തെ ചില ഷോപ്സിൽ പോവുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജൂൺ ആകുമ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരിക. എന്തെങ്കിലുമൊക്കെ കണ്ട് മനസ്സിൽ വെച്ചാലല്ലേ ജസ്റ്റിയെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരടവെന്ന് വേണേ. അങ്ങനെ ഞാനും ജെയ്ഡും സ്വസ്ഥമായിട്ട് ഓരോ ഷോപ്സിൽ കൂടെ കയറി ആർക്കും പരാതിയില്ലാതെ കയറി ഇറങ്ങി നടന്നപ്പോൾ ദേ വന്നേക്കുന്നു നമ്മുടെ ചേട്ടൻ ഒരിടിത്തി പോലെ. ജോലി കഴിഞ്ഞ് വന്നതാ. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡേ ജസ്റ്റിക്ക് ഉച്ചവരെ ഉള്ളന്നേ. ജസ്റ്റി ജോലി കഴിഞ്ഞ് നേരത്തെ വന്നു, ജസ്റ്റിയും പോന്നു നേരെ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങിന് വിരാമമായി സുഹൃത്തുക്കളെ, വിരാമമായി. വന്ന ഉടനെ ജസ്റ്റി പറഞ്ഞു ബാ നമുക്ക് വീട്ടിൽ പോകാം, എനിക്ക് വാഷ്റൂം പോകണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാൻ എന്തോരം സ്വപ്നം കണ്ട് ഇറങ്ങിയതാ, സമ്മതിച്ചില്ലെന്നേ. എനിക്കതാണ്ട് ഈ ജ്വല്ലറിയിലൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, ഇനി നമുക്ക് സമയമുണ്ടല്ലോ. ജസ്റ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പുറത്തെ വാഷ്റൂമിലൊന്നും പോകത്തില്ല. ഐ മീൻ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ജസ്റ്റ് യൂസ് ചെയ്യത്തില്ലെന്നേ. ഗൈസ് ഞാൻ മര്യാദയ്ക്ക് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു കശ്മലൻ കയറി വന്നു. ഷോപ്പിങ്ങും മുടങ്ങി, എല്ലാം മുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു സാധനമുണ്ടോ? എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന്. ഞാൻ വീട്ടിൽ എന്തിരിക്കുന്നു?
5 മണിയാകുമ്പോഴോ? അതിൻ്റെ ആണോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ മേയാൻ വിട്ടേക്കുന്ന പശുക്കളെ തിരിച്ചു വിളിക്കാൻ ഇടയം വരുന്നവരായിപ്പോയി ജസ്റ്റിയുടെ വരവ്. ഞങ്ങളെ വിളിച്ചുകൊണ്ടങ്ങ് പോന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മേലങ്ങ് തീർന്നു. ജസ്റ്റിക്ക് തോന്നിക്കാണും ഇതുങ്ങളെ അങ്ങനെ മേയാൻ അഴിച്ചു വിട്ടാലേ ജസ്റ്റിയുടെ പേഴ്സിൻ്റെ കനം കുറയുമെന്ന്. ജസ്റ്റിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലേ. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ കൂടിക്കൊന്നേ, പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് മിണ്ടിയും പറഞ്ഞൊക്കെ പോവാം. അപ്പം ശരി, എന്നാൽ പോയിച്ചു വരാം.